അതിസ്നേഹിയായ നമ്മുടെ യജ്ഞപിതാവ്, പ്രിയപ്പെട്ട ബ്രഹ്മബാബ, ഇന്നലെ നമ്മൾ കേട്ടത് ബാബ ഈശ്വരീയ സേവനങ്ങൾ ചെയ്യിക്കാൻ ഒരാത്മാവിന് എങ്ങനെ ഭഗവാന്റെ പരിചയം കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം, സേവനം ചെയ്യുന്ന സമയത്ത് സേവാധാരികളുടെ മനസ്സിൻ്റെ സ്ഥിതി എന്തായിരിക്കണം, ദൃഷ്ടി എങ്ങനെയായിരിക്കണം, മനോഭാവം എന്തായിരിക്കണം. ഒരാത്മാവ് ആദ്യമായിട്ട് ബാബയുടെ വീട്ടിലേക്ക് വന്ന് അവരോട് എന്ത് സംസാരിക്കണം എന്നുൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ബാബ ട്രെയിനിങ് കൊടുക്കുകയും ദാദിമാർ അതേപോലെ ചെയ്യുകയും ചെയ്തു. ഇത് നമ്മൾ കേൾക്കുന്നത് ബാബാനെ परिस्थितियों का और उनको पार करने के तरीके का भी परिचय करा दिया था. ജ്ഞാനം പകർന്നു കൊടുക്കുക മാത്രമല്ല, പിന്നെയോ ബാബ പരിതസ്ഥിതികളെ, വിപരീത സാഹചര്യങ്ങളെയും അവയെ മറികടക്കാനുള്ള മാർഗങ്ങളെയും കുറിച്ച് കുട്ടികൾക്ക് ബാബ മുൻകൂട്ടി അറിവ് പകർന്നു കൊടുത്തിരുന്നു. ഈശ്വരീയ സേവനങ്ങൾക്കുള്ളിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ വരാം, അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ ഓരോ സാഹചര്യങ്ങളും വരുമ്പോൾ എങ്ങനെ തൻ്റെ സംസ്കാര പരിവർത്തനം നടത്തണം. വരുന്ന ഈശ്വരീയ വിദ്യാർത്ഥികൾ എന്തെല്ലാം അറിയാൻ ഉള്ള ആഗ്രഹത്തോടെയാണ് വരിക, ഏത് കാര്യം അവർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം, ഏതെല്ലാം തരത്തിലുള്ള സ്വഭാവങ്ങളുള്ളവർ വരും, ഏത് സ്വഭാവക്കാരെയും പരിവർത്തനപ്പെടുത്തി ദിവ്യ സ്വഭാവമുള്ളവരെയൊക്കെ എങ്ങനെ മാറ്റണം. ഇപ്രകാരം ഒരു വിപ്ലവാത്മക ശരിക്കും ഒരു റവല്യൂഷണറി ചേഞ്ച്, വിപ്ലവാത്മകരമായ ഒരു പരിവർത്തനം സമൂഹത്തിലുണ്ടാക്കിയെടുക്കുമ്പോൾ അതിനു വേണ്ടുന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ബാബ തൻ്റെ കുട്ടികൾക്ക് നൽകിയത്. കാരണം സമൂഹത്തിൽ അത്രയും വലിയ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്കല്ലേ ബാബ തുടക്കം കുറിച്ചത്. ഡയറക്ഷനെല്ലാം ഭഗവാന്റേതായിരുന്നു. പക്ഷേ ഭഗവാന്റെ ആദേശങ്ങളെ സ്വയം സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബാംഗങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കുകയും അതിലൂടെ അനേക കുടുംബങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാക്കി കൊടുക്കുകയും പരിവർത്തനപ്പെട്ടവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും പരിവർത്തനം ഉണ്ടാക്കുക, ഇതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. ഒരു സാധനം സെയിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അല്ലേ? ഒരാൾക്ക് പ്രഭാഷണം ചെയ്ത് പ്രസംഗം കേൾപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ സ്വന്തം ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുകയും തൻ്റെ പരിവർത്തനപ്പെട്ട ജീവിതം മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക, ഇതാണ് ബ്രഹ്മബാബ ചെയ്തത്. ശിവബാബയുടെ മുരളി എന്താണോ കേട്ടത് അതുപയോഗിച്ച് സ്വന്തം ജീവിതത്തെ, കുടുംബത്തെ പരിവർത്തനപ്പെടുത്തി. എന്നിട്ട് ബാബ തൻ്റെ പരിവർത്തനപ്പെട്ട ജീവിതം ഉപയോഗിച്ചാണ് മക്കളുടെ ജീവിതത്തിലും പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത്. മാതൃകയായിക്കൊണ്ട് എല്ലാത്തിലും മോഡൽ, സാമ്പിൾ, ഷോക്കേസിലെ ഷോപ്പീസായിരുന്നു ബ്രഹ്മബാബ. ബാബയാകുന്ന ഷോപ്പീസിനെ നോക്കിയിട്ടാണ്, സാമ്പിളിനെ നോക്കിയിട്ടാണ്
ബാക്കി വന്ന മക്കളെല്ലാം, കുടുംബങ്ങളെല്ലാം തങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയത്. बाबा ने ईश्वरीय ज्ञान के महत्वपूर्ण विषयों का भी बोध करा दिया था. ബ്രഹ്മ ബാബ ജ്ഞാനത്തിലെ മഹത്വപൂർണമായ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കിയിരുന്നു. ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ഏതെല്ലാം വിഷയങ്ങളാണ് സമൂഹത്തിൽ വളരെ വിപ്ലവാത്മക ചലനങ്ങൾ സൃഷ്ടിക്കുക, വളരെ റവല്യൂഷൻ ഉണ്ടാക്കുന്ന ചിന്താഗതി അല്ലെ, ആൾക്കാരെ വളരെയധികം ഇളക്കി മറിക്കുന്ന തരത്തിൽ ഈ ജ്ഞാനം ശരിക്കും മനുഷ്യൻ്റെ ജീവിതത്തെ അങ്ങനെ അടിമുടി മാറ്റുന്ന ഒരു കാര്യമാണല്ലോ. കറുത്താളെ വെളുത്താളാക്കല്ലേ, ചില്ലറ മാറ്റമല്ലല്ലോ മനുഷ്യൻ്റെ ഉള്ളിൽ ജ്ഞാനം കേൾക്കുമ്പോൾ ഉണ്ടാകണേ. നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞൂടെ, ദേഹബോധത്തിൻ്റെ ഇരുട്ടിൽ കിടന്ന നമ്മൾ ഞാനൊരു ആത്മാവാണെന്ന് അറിഞ്ഞതോടുകൂടി ശരിക്ക് കരണം കുത്തി മറയുന്നത് പോലെ നമ്മുടെ ജീവിതം ബോധത്തിലേക്ക് അങ്ങ് ഉണരുകയല്ലേ ചെയ്ത നമ്മൾ. എന്തെല്ലാം നമ്മുടെ സ്വഭാവങ്ങൾ, മോശശീലങ്ങൾ അതോടുകൂടി മാറാൻ തുടങ്ങി. അപ്പോൾ സമൂഹത്തിൽ, ടോട്ടൽ സൊസൈറ്റിയിൽ വളരെ ഒരു റവല്യൂഷണറി ചേഞ്ചാണ് ഇതിലൂടെ ഉണ്ടായത്. ഉണ്ടാകും, ബാബ അത് സൂചിപ്പിച്ചിരുന്നു. വിശ്വഭർക്കയിലെ ആശ്ചര്യജനക് ഹേ, മുഴുവൻ ലോകത്തിനെ അത്ഭുതപ്പെടുത്തുന്ന ജ്ഞാനത്തിലെ പോയിന്റുകൾ ഏതൊക്കെയാണ്? അത്യന്തം മഹത്വപൂർണമായ വിഷയം, മുഴുവൻ ലോകത്തിന് അല്ലേ ചിന്താധാരകളെ മാറ്റിമറിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇതുവരെ മാനവൻ്റെ പക്കലില്ലാത്ത മനുഷ്യനെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുമുള്ള അനേക രഹസ്യങ്ങളാണ് ഭഗവാൻ അല്ലെ അനാവരണം ചെയ്തത്. इस पर भी बाबा ने एक बार नहीं कई बार मुरलियों में भी भिन्न भिन्न रीति से प्रकाश डाला था. ഇവയെക്കുറിച്ചെല്ലാം ബാബ അനേക തവണ മുരളികളിലും വെളിച്ചം വീശിയിരുന്നു. ഗീതാ ജ്ഞാൻ കിസ്നെ ദിയാ ഥാ, അതിൽ ഏറ്റവും മഹത്വപൂർണമായൊരു വിഷയമാണ് ഗീതാജ്ഞാനത്തിൻ്റെ ദാതാവാരാണ്. ഇത്രയും കാലം മനുഷ്യൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നതും അല്ലേ സത്യമായ ഗീതാജ്ഞാന ദാതാവ്. പരമാത്മാ പരംധാം നിവാസിയാണ്. ഇതും ആർക്കും വ്യക്തമായിട്ട് അറിയുമായിരുന്നില്ല. ചോദിച്ചെന്ത് പറയും? സർവ്വവ്യാപിയാണ്, കാണുന്നതെല്ലാം ദൈവമെന്ന് പറയാനേ അറിയുമായിരുന്നുള്ളൂ. പരമാത്മാവിൻ്റെ അവതരണ യുഗം, യുഗയുഗങ്ങളിലല്ല, സംഗമയുഗ അല്ലേ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് പരമാത്മാവ് വരുന്നത്. संसार में आदिकाल में देवी देवताओं का समाज था. സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്നത് ദേവീ ദേവതാ സമൂഹമായിരുന്നു. या लोग असभ्य थे और कला संस्कृति विज्ञान कुछ भी नहीं थे. मन और बुद्धि आत्मा से अलग है. आत्मा ही അതേപോലെ മറ്റ് വിഷയങ്ങൾ, കലയും സംസ്കാരവും വിജ്ഞാനവുമെല്ലാമുള്ള സർവശ്രേഷ്ഠ ജീവിതം ജീവിച്ചിരുന്ന ദേവീദേവതകളായിരുന്നു ഈ സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്നത്. ഏറ്റവും ഉയർന്ന ജീവിതം ജീവിച്ചവരാണ്. അതേപോലെ മറ്റൊരു വിഷയം, മനസ്സും ബുദ്ധിയും സംസ്കാരവും ആത്മാവിലാണ്. ഇത് ആത്മാവിൽ നിന്ന് ഭിന്നമല്ല. ആത്മാവ് വേറെയാണ്, പരമാത്മാവ് വേറെയാണ്. എല്ലാ ആത്മാക്കളുടെയും മാതാപിതാവാണ് പരമാത്മാ. പരമാത്മാവിൻ്റെ മക്കളാണ് സർവാത്മാക്കളും. ആത്മാവും അനാദി അവിനാശിയുമാണ്.
പരമാത്മാവും അനാദിയും അവിനാശിയുമാണ്. ഇപ്രകാരം യുഗപരിവർത്തന സിദ്ധാന്തം, കാലചക്രം എങ്ങനെ കറങ്ങണേ, ഈ വിഷയങ്ങളെക്കുറിച്ചല്ല, മനുഷ്യൻ്റെ ബുദ്ധിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ജ്ഞാനമാർഗത്തിലെ ഓരോരോ പോയിന്റുകളെക്കുറിച്ചും ബ്രഹ്മബാബ നേരത്തെ തന്നെ കുട്ടികൾക്ക് സൂചന നൽകിയിരുന്നു. बाबा ने बड़ी ओजस्वी एवं प्रेरणादायक भाषा में ബാബ വളരെ ഓജസ്സോടെ ഇൻസ്പിറേഷൻ നൽകുന്ന തരത്തിൽ, പ്രചോദനം നൽകുന്ന തരത്തിൽ ഉള്ള ഭാഷയിലാണ് കുട്ടികളോട് സംസാരിച്ചിരുന്നത്. കുട്ടികളുടെ എല്ലാം മനസ്സിൽ ബാബ ഈ ലക്ഷ്യം കൊടുത്തിരുന്നു, किस प्रकार निर्भय एवं योगयुक्त होकर സത്യജ്ഞാനം ലോകത്തിന് മുന്നിൽ പ്രദാനം ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ നിർഭയരായിരിക്കണം, പക്ഷേ വളരെ യോഗയുക്തമായി, വളരെ വിനയത്തോടു കൂടിയിട്ട് വേണം വലിയ പണ്ഡിതന്മാർക്കും സാധാരണ വ്യക്തികൾക്കും എല്ലാം ഈ ആധ്യാത്മിക ജ്ഞാനം വളരെ മംഗളഭാവനയോടുകൂടി प्रदान ചെയ്യണം. विशेष बात ये कि बाबा ने ये धुन तो सबको लगा दी थी कि ये ईश्वरीय ज्ञान रूपी अमृत. ഏറ്റവും വിശേഷപ്പെട്ട കാര്യം ഇതായിരുന്നു, ബാബ കുട്ടികളുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ അലയുണ്ടാക്കി കൊടുത്തു. ഈശ്വരീയ ജ്ഞാനമാകുന്ന അമൃത് വിശ്വത്തിലെ ഓരോ വ്യക്തിക്കും, ലോകത്തിൻ്റെ ഓരോ കോണുകളിലും, ഭൂമണ്ഡലത്തിൻ്റെ 4 ദിശകളിലും, സർവജാതി മതത്തിലും, ഏത് നിറവും ഏത് ഭാഷയും ഏത് ധർമ്മത്തിൽ വിട്ടവർക്കും, ഓരോ നരനും നാരിക്കും, ഓരോ കൊച്ചു കുട്ടികൾക്കടക്കം ഈ ജ്ഞാനാമൃതം നിങ്ങൾ പകർന്നു കൊടുക്കണം. ഈ ഒരു ലക്ഷ്യബോധം ബാബ മക്കളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണർത്തി കൊടുത്തു. पुनश्च बाबा ने ये भी समझा दिया था कि विश्व का एक भी व्यक्ति, ബാബ പറയായിരുന്നു, മക്കളെ, വിശ്വത്തിൽ ഒരാളെ പോലും നിങ്ങളിങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഒരാൾക്ക് പോലും ജ്ഞാനം കിട്ടാതെ വരരുത്. इससे बिल्कुल अपरिचित रह जाए. ഈ ഈശ്വരീയ യജ്ഞത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാരും പറയാൻ പാടില്ല. जिसको इस ईश्वरीय यज्ञ में पधारने का सस्नेह निमंत्रण न मिला हो. ഈശ്വരീയ യജ്ഞത്തിലേക്ക് വരാനുള്ള സ്നേഹപൂർണമായ ക്ഷണം നിങ്ങളെല്ലാവർക്കും കൊടുക്കണം. വരാതിരിക്കുക അവരുടെ ഇഷ്ടം. बाबा ने ब्रह्मवत्सों का भी परिचय दे दिया था. യജ്ഞപുത്രരെയും ബാബ ശരിയായ രീതിയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഓരോരോ ബ്രഹ്മപുത്രരുടെ ഉള്ളിൽ, ബാബയുടെ മക്കളുടെ എല്ലാം ഉള്ളിൽ എന്തെല്ലാം വിശേഷതകളുണ്ട്, ഏതെല്ലാം കുറവുകളെ ജീവിതത്തിൽ നിന്ന് ദൂരീകരിക്കണം, അതിനുവേണ്ടി എന്തെല്ലാം പുരുഷാർത്ഥം ചെയ്യണം, അതിനുമുള്ള മാർഗനിർദ്ദേശം ബാബ്ദാദ നൽകിയിരുന്നു. പരിധിയില്ലാത്ത സേവനം മക്കൾ ഓരോരുത്തരും ചെയ്യണം. അവരവരുടെ ലൗകിക പരിവാരത്തിൻ്റെ, അവരവരുടെ ജാതിയിൽപ്പെട്ടവരുടെ, അവരവരുടെ ദേശത്തിലുള്ളവരുടെ, അവരവരുടെ ഭാഷ സംസാരിക്കുന്നവരുടെ, അങ്ങനെ സമസ്ത വിശ്വത്തിൻ്റെയും സേവയ്ക്ക് ബാബ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ശരീരം കൊണ്ട് നമ്മൾ ഏത് നാട്ടിൽ, ഏത് വീട്ടിൽ, ഏത് ജാതിയിൽ, ഏത് സമൂഹത്തിൽ, അവിടെ എല്ലാം ഉള്ളവരുടെ സേവനം നിങ്ങൾ ചെയ്യണം എന്ന് ബാബ ഇങ്ങനെ കുട്ടികൾക്ക് ലക്ഷ്യം നൽകിക്കൊണ്ടിരുന്നു. പരിധിയില്ലാത്ത തരത്തിൽ കുട്ടികളുടെ
ചിന്തനം പോകുന്ന തരത്തിൽ ബാബ പ്രേരണ നൽകിക്കൊണ്ടേയിരുന്നു. किसी भी परिस्थिति को लेकर मनुष्य आत्मा का कैसे कल्याण किया जाए. ഏത് സാഹചര്യത്തിലും ഓരോ ആത്മാവിനും എങ്ങനെ മംഗളമുണ്ടാക്കണം. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഓരോ ആത്മാവിൻ്റെ മംഗളം എങ്ങനെ ചെയ്യണം. തൻ മൻ ധൻ ദ്വാര, ശരീരം മനസ്സ് ധനത്തിലൂടെ ഈശ്വരീയ സേവനങ്ങൾ എങ്ങനെ ചെയ്യണം, ചെയ്യിപ്പിക്കണം. ഓരോ മനുഷ്യാത്മാവിനും ഏത് തരത്തിൽ ബഹുമാനം നൽകണം, സ്നേഹം നൽകണം, സദ്ഭാവനയോടുകൂടി എല്ലാവരെയും എങ്ങനെ നടത്തിക്കണം. शिक्षण प्रशिक्षण और प्रशासन का कार्य, എങ്ങനെയാണ് ഈ ആധ്യാത്മിക വിദ്യ പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്, എങ്ങനെ ട്രെയിനിങ്ങുകൾ നൽകണം, എങ്ങനെ കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. റൂളിങ്ങിൻ്റെ കല, നേതൃത്വ കല, ഭരണകല, ഇതെല്ലാം ബാബ കുട്ടികളെ പഠിപ്പിച്ചു. വളരെ വിസ്തൃതമായ ഒരു അവബോധം തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച്, ആധ്യാത്മിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഇതിനു വേണ്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളെക്കുറിച്ചും യജ്ഞത്തിൻ്റെ ഭരണകാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാറ്റിനെയും പ്രതി ബാബയ്ക്ക് വളരെ വിസ്തൃതമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് ബാബ പകർന്നു കൊടുക്കുകയും ചെയ്തു. പെരുമാറ്റം, യജ്ഞകാര്യത്തിൽ സഹയോഗം, യജ്ഞത്തിലുള്ളവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, എല്ലാറ്റിൻ്റെയും ബാബ പെരുമാറ്റ സംഹിതകൾ തയ്യാറാക്കിച്ചു. അതേപോലെ ആ പെരുമാറ്റ സംഹിതയ്ക്കുള്ളിലൂടെ തന്നെ കുട്ടികളെ ബാബ നടത്തിച്ചു. അതിലൂടെ തന്നെ, പെരുമാറ്റ സംഹിതകൾക്കുള്ളിലൂടെ തന്നെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാക്ടീസും ബാബ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അബ് തക് ബ്രഹ്മവത്സുനെ ബാബയ്ക്ക് ഇതുവരയ്ക്കും ഈ യജ്ഞത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ഇതെല്ലാം ശരിക്കും ബാബ തൻ്റെ കുട്ടികൾക്ക് നൽകിയ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും അതിൻ്റെ റിസൾട്ടാണ്. എന്തെല്ലാം രസകരമായ കാര്യങ്ങൾ, ചർച്ചാ വിഷയങ്ങൾ, ചോദ്യോത്തരങ്ങൾ, എന്തെല്ലാം സെമിനാറുകൾ, ഡിബേറ്റ്സ്, പാട്ടുകൾ, പിന്നെ വിനോദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്നേഹമിലനം, സാത്വിക ബ്രഹ്മഭോജനം, കളികൾ, പിക്നിക്കുകൾ എല്ലാം തന്നെ ആത്മനിശ്ചയത്തിലിരുന്ന് എങ്ങനെ ചെയ്യണം. और इन सभी का स्थान और महत्व प्रैक्टिकल रूप से समझ लिया था. ബാബ ഇതിൻ്റെ ഓരോന്നിൻ്റെയും മഹത്വവും ഇതിൻ്റെ പ്രായോഗികതയും കുറിച്ച് ബാബ സ്വയം മനസ്സിലാക്കിയിരുന്നു. യജ്ഞത്തിൽ ഇപ്പം എന്തൊക്കെ നടക്കുന്നു, സേവനങ്ങൾ എന്ന രീതിയിലും സാധന എന്ന രീതിയിലും. ഭായിസാബ് പറയണേ, ഇപ്പം നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിൽ നടക്കുന്ന എല്ലാ സേവനങ്ങളും സാധനാക്രമങ്ങളും ഇത് ബ്രഹ്മ ബാബ ചെയ്യിച്ചതാണ്, ബാബ തുടങ്ങി വെച്ചതാണ്. ആ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാമുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ആര് തന്നെ കൊടുത്തിരുന്നു എന്നർത്ഥം? ബ്രഹ്മബാബ തന്നെ.
ഇപ്പം നോക്കൂ, നമ്മൾ എല്ലാം ഓൺലൈൻ സർവീസുകൾ ചെയ്യുന്നു, വീട്ടിലിരുന്ന് കേൾക്കുന്നു. ബാബ ആ സമയത്ത് ആ കാലഘട്ടത്തിലെ യജ്ഞത്തിൽ എന്തെല്ലാം നടന്നു അല്ല, ഇന്നത്തെ പോലുള്ള ടെക്നോളജി ഇല്ലെങ്കിലും ഇന്നിപ്പോഴും നോക്കൂ, ബാബയുടെ മക്കൾ ആ സമയത്ത് ഒരു ചെറിയ ക്യാമറ ഉപയോഗിച്ച് മുഴുവൻ യജ്ഞത്തിൻ്റെ രംഗങ്ങളും ഒപ്പിയെടുത്ത് വെച്ചിരുന്നില്ലേ, ഫോട്ടോസ്. അതുകൊണ്ടല്ലേ ഇന്ന് നമുക്കതൊക്കെ കാണാൻ പറ്റണേ. വീഡിയോഗ്രാഫി സൗകര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ഫോട്ടോഗ്രാഫി മാധ്യമം തന്നെ എത്ര നല്ല രീതിയിൽ ആ സമയത്ത് ഉപയോഗിച്ചു. ഓരോ രംഗങ്ങളും ഒപ്പിയെടുത്ത് വെച്ചതുകൊണ്ടല്ലേ നമുക്ക് യജ്ഞചരിത്രത്തിൻ്റെ ഫോട്ടോസെങ്കിലും കാണാൻ കഴിയണേ. അപ്പോൾ ബാബ ത്രികാലദർശിയായിട്ട് എന്തെല്ലാം ചെയ്തിരുന്നു. മുരളികളെല്ലാം വന്ന് ബാബ റെക്കോർഡ് ചെയ്തിരുന്നു. അന്ന് ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്ന ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് കാസറ്റ്സ് ഉണ്ടാക്കുമായിരുന്നു, കോപ്പികൾ. എന്നാലും മുരളികൾ ആ സമയത്ത് റെക്കോർഡ് ചെയ്തിരുന്നത് കൊണ്ടല്ലേ ആ മുരളികളൊക്കെ നമുക്ക് മിസ്സാവാതെ കിട്ടിയത്. അല്ലെങ്കിൽ ഒരിക്കലും ബ്രഹ്മബാബയുടെ ശബ്ദം പോലും നമുക്കാർക്കും കേൾക്കാൻ പറ്റില്ലല്ലോ. ബാബയിലൂടെ ഉച്ചരിക്കപ്പെട്ട മുരളികൾ ബാബ അതെല്ലാം അപ്പം തന്നെ കുട്ടികളെ കൊണ്ട് എഴുതിച്ചിരുന്നു. കുട്ടികളുടെ ഡയറികളുടെ കോപ്പി, പിന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ടേപ്പിൽ നിന്ന് അങ്ങനെയൊക്കെയല്ലേ മുരളികൾ നമുക്ക് അവിടെ നിന്നൊക്കെയല്ലേ കിട്ടിയത്, ആദ്യകാലത്തെ മുരളികൾ. അപ്പോൾ ഈശ്വരീയ സേവനങ്ങളെല്ലാം ഇന്ന് നമ്മൾ കുറച്ച് അതിബൃഹത്തായ രൂപത്തിലേക്ക് സേവനങ്ങൾ കാര്യങ്ങൾ മാറിയെന്ന് മാത്രം. കാരണം ഇന്ന് സയൻസ് ടെക്നോളജി വളർന്നു. അന്ന് പക്ഷേ ഇത്രയും സാമഗ്രികളൊന്നും ഇല്ലെങ്കിൽ, സാധനങ്ങളില്ലെങ്കിൽ പോലും ഉള്ള ലിമിറ്റഡ് സാധനങ്ങൾ ഉപയോഗിച്ച് ബാബ കുട്ടികളും ബാബയും ചേർന്ന് അൺലിമിറ്റഡ് സർവീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജഗദീഷ് വേദ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബ്രഹ്മബാബ പഠിപ്പിച്ചതാണ് കുട്ടികളെ. ബാബ ട്രെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അത് തലമുറകളിലൂടെ കൈമാറി വന്നുകൊണ്ടിരിക്കണമെന്ന് മാത്രം. ആ രീതിയിൽ നോക്കുകയാണെങ്കിലും ബാബ ആദി പിതാവാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ, ചെയ്യിപ്പിക്കാൻ മാർഗനിർദ്ദേശം കൊടുത്ത കാര്യത്തിലും ബാബ തന്നെ നമ്പർ 1. बाबा ने प्रचार प्रसार के साधनों का भी बोध करा दिया था. എങ്ങനെ ഈശ്വരീയ സന്ദേശം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉപയോഗിച്ച്, ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിച്ച്, മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഈശ്വരീയ കാര്യത്തെ ലോകത്തിലെങ്ങനെ പ്രചരിപ്പിക്കണം. പത്രങ്ങൾ, റേഡിയോ, TV ഈ സാധനങ്ങളെല്ലാം ഈശ്വരീയ സന്ദേശം ഇവയിലൂടെയെല്ലാം, ഈ മാധ്യമങ്ങളിലൂടെയെല്ലാം ജനങ്ങളുടെ ഉള്ളിൽ അതിശീഘ്രം എത്തിക്കുന്നതിന് ചിത്രങ്ങളിലൂടെ ആൾക്കാർക്ക് അതിഗുഹ്യമായ ജ്ഞാനത്തിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ചിത്രങ്ങൾ തയ്യാറാക്കുക. ഇതിലെല്ലാം ബാബ വളരെയധികം ശക്തി പകർന്നിരുന്നു. ഇസ്കാ കുച്ച് പ്രാക്ടിക്കൽ കാര്യ കരായ ഥാ. പ്രാക്ടിക്കലി ബാബ തന്നെ ഇതിനു വേണ്ടി ചില സേവനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ബാബ ദ്വാര ആധ്യാത്മിക് ശിക്ഷികാവും കെ പ്രശിക്ഷൺ കെ ലിയെ, അതേപോലെ ബാബ ഉള്ളപ്പോൾ തന്നെ ട്രെയിനിങ് സെൻറ്റർ സഹോദരിമാർക്ക്, രാജയോഗ ടീച്ചേഴ്സിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കന്യകമാർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ട്രെയിനിങ് സെൻറ്റർ, അതിൻ്റെ നിർമ്മാണവും ബാബ തന്നെ തുടങ്ങി വെച്ചിട്ട് പോയത്. उन दिनों मधुबन में एक अभूतपूर्व वातावरण था. ആ സമയത്തെ മധുബനിലെ അന്തരീക്ഷം തന്നെ വളരെ വണ്ടർഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. थोड़े ही भाई बहने मधुबन में निवास करते थे. പാണ്ഡവ ഭവനത്തിൽ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ നിത്യനിവാസികൾ. उन दिनों बाबा ब्रह्मा कुमारी कन्याओं के लिए जो प्रभु अर्पित होकर
പ്രഭുവിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട ജീവിതത്തോടെ വന്നിരുന്ന കന്യകമാർക്ക് ഈശ്വരീയ ജ്ഞാനം പ്രദാനം ചെയ്യുന്നതിന്, ആര് ഈശ്വരീയ സേവനങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി പാണ്ഡവ് ഭവനിൽ ട്രെയിനിങ് സെൻറ്റർ തയ്യാറാക്കി. നിങ്ങൾക്ക് ട്രെയിനിങ് സെൻറ്റർ ഏതാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ബാബയുടെ ശാന്തിസ്തംഭം, ശാന്തിസ്തംഭത്തിന് ചുറ്റും കാണുന്ന ബിൽഡിംഗ്, അതിനെ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയണം. അത് ബാബ ഉണ്ടായിരുന്നപ്പോൾ തന്നെ തയ്യാറാക്കിയ ബിൽഡിങ്ങാണ്. അവിടെ സിസ്റ്റേഴ്സിന് താമസിച്ച് അവിടെ തന്നെ ട്രെയിനിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തോടെ, ആ ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയതാണ്. ഹിസ്റ്ററി ഹാളുണ്ടായിരുന്നു. ഹാളിലെ ട്രെയിനിങ്ങും താമസിക്കാനുള്ള റൂമുകൾ അങ്ങനെ അതിന് ചുറ്റുമായിട്ടുണ്ടാക്കിയതാണ്. ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ നിർമ്മാണം എല്ലാം ബാബ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഏകദേശം പൂർത്തിയായിരുന്നു. बाबा सेवा केंद्रों से आने वाले वर्षों को बड़े स्नेह से वहाँ ले जाते थे. ഓരോ സെൻറ്ററിൽ നിന്നും മധുബൻ കാണാൻ വരുന്നവരെ, ബാബയെ കാണാൻ വരുന്ന കുട്ടികൾക്ക് ബാബ പുതുതായി പണിഞ്ഞ ആ ട്രെയിനിങ് സെൻറ്റർ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് നടക്കും. കന്യകമാരെ ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് വിശ്വസേവയ്ക്ക് അയക്കും. പാണ്ഡവ് ഭവനത്തിൽ പുതിയതായിട്ട് ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബാബ ആ കെട്ടിടങ്ങൾക്കെല്ലാം അവിടെ എന്താണോ നടക്കാൻ പോകുന്ന സേവനം അതിനനുസരിച്ചുള്ള പേരുകളാണ് നൽകിയിരുന്നത്. बाबा ने अपने निवास स्थान के सामने वाले स्थान को नाम दिया हवाई महल. ബാബ താമസിച്ചിരുന്ന റൂമിന് തൊട്ടടുത്ത ബിൽഡിങ്ങിന് കൊടുത്തിരുന്ന പേര് हवाई महल എന്നായിരുന്നു. एरोप्लेन. उसमें रहने वाले इसी चेतना में रहते थे कि वे इसी कलयुग धरा पर न होकर फरिश्तों के समान रूहानियत में उठान फरते रहते हैं. ലക്ഷ്യം എന്തായിരുന്നു ബാബയുടെ? ഓരോ പേരുകൾ ഓരോ കെട്ടിടത്തിന് കൊടുക്കുമ്പോൾ പോലും അതിലും ഒരു അലൗകികത, ദിവ്യത, ഒരു ശ്രേഷ്ഠ സ്വമാനത്തിൻ്റെ സ്മൃതി കുട്ടികൾക്കുള്ളിൽ ഉണർത്തിക്കൊടുത്തു. എയ്റോപ്ലെയിൻ എന്നൊരു ബിൽഡിങ്ങിന് പേരിട്ടിട്ട് ബാബ ആ കുട്ടികൾ ആ ബിൽഡിങ്ങിൽ താമസിക്കാൻ അക്കോമഡേഷൻ കൊടുക്കുമ്പോൾ ആ കുട്ടികളോട് പറയുമായിരുന്നു, നിങ്ങളുടെ കാല് കലിയുഗമാകുന്ന ഈ ഭൂമിയിലില്ല, എയ്റോപ്ലെയിനിലാണ്. മാലാഖകളെ പോലെ ആത്മീയ പ്ലെയിനിൽ പറന്ന് ഉയരുകയാണ് നിങ്ങൾ. प्रशिक्षण स्थल के एक भाग को बाबा ने नाम दिया था इंद्रप्रस्थ. ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഒരു സൈഡിലുള്ള റൂമുകൾ, ഒരു ഭാഗത്തിന് ബാബ അന്ന് കൊടുത്ത പേരാണ് ഇന്ദ്രപ്രസ്ഥം. അവിടെ താമസിക്കുന്നവരുടെ മനസ്സിൽ ബാബ ഈ സങ്കല്പം ഉണ്ടാക്കി കൊടുത്തു, വേ പാണ്ഡവ ഹേ. ഇന്ദ്രപ്രസ്ഥത്തിൽ ആരാണ്? പാണ്ഡവരാണ്. അർത്ഥാത് ധർമ്മ ഏവം നൈതികത കാ ധ്വജ ഫഹരാനെ വാലേ ഥേ. ധാർമ്മികതയുടെയും ആത്മീയ മൂല്യങ്ങളുടെയും കൊടി പറപ്പിക്കുന്നവരാണ്. ആസ്വരീയത കാ സാമ്രാജ്യ സമാപത് കർണേ വാലേ ഹേ. ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന കുട്ടികളോട് ബാബ പറയുമായിരുന്നു, നോക്കൂ മക്കളെ, നിങ്ങൾ പാണ്ഡവരാണ്, നിങ്ങളാണ് ധാർമ്മികതയിൽ സഞ്ചരിച്ച് മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതം ജീവിച്ച് ആസുരീയ സാമ്രാജ്യത്തെ സമാപ്തമാക്കേണ്ടവർ. ഇങ്ങനെ ബാബ അല്ലേ, നോക്കൂ, കെട്ടിടങ്ങളും ആ കെട്ടിടത്തിന് കൊടുക്കുന്ന അലൗകികമായ ദിവ്യനാമങ്ങളും അവിടെ താമസിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പേരിതാ, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന എൻ്റെ കർത്തവ്യം ഇങ്ങനെയായിരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ബാബ ഒരു സേവനം, മംഗളം മക്കളുടെ ഉള്ളിൽ അവരവരുടെ സ്വമാനം ഉയർത്തുന്ന തരത്തിൽ അല്ല, എല്ലാ സമയവും എല്ലാറ്റിലും ആ ഒരു ആത്മബോധത്തിൻ്റെ ചിറക് വെച്ച് കുട്ടികളെ പറക്കാൻ സഹായിക്കുന്ന തരത്തിലായിരുന്നു ബാബ
എല്ലാം ഉപയോഗിച്ചിരുന്നത് അലൗകിക ഭാഷകളാണ്. അലൗകികമായ ദിവ്യതയാർന്ന വാക്കുകളാണ്. ഇപ്പോഴും അതുകൊണ്ടല്ലേ നമ്മൾ മധുബൻ പോയ ഓരോ ബിൽഡിങ്ങിനും ഓരോ വിശേഷപ്പെട്ട പേരുകളായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന കെട്ടിടങ്ങളൊക്കെ പേരുകൾ ഓർമ്മിച്ച് നോക്കൂ അല്ലേ? പ്രകാശ് കുഞ്ച്, ശാന്തി കുഞ്ച് അല്ലേ, കമൽ കുഞ്ച്, ഋഷി ഭവൻ, അങ്ങനെയൊക്കെയല്ലേ പേരുകൾ അല്ലേ? മധുബനിലെ ഓരോ കെട്ടിടത്തിന്. ടോളി ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ സ്വീറ്റ് ഹോം അല്ലേ? അപ്പോൾ ബാബ പറയണം, ബാബ അതെല്ലാം ബ്രഹ്മ ബാബ തുടങ്ങി വെച്ചതാണ്. അത് അതേപോലെ ഇപ്പോഴും മധുബനിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രം. ഓരോ ഭവനവും ഉണ്ടാക്കുമ്പോൾ അതിനൊരു അലൗകിക ദിവ്യ നാമം നൽകും. എന്തിനാണ് ബാബ ഇതൊക്കെ പറയണേ? ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം നമ്മൾ മക്കളുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. നമ്മൾ കുട്ടികളും ബ്രാഹ്മണരല്ലേ? നമ്മളെവിടെയാണെങ്കിലും ബ്രാഹ്മണരാ. നമ്മുടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം? അലൗകികമായിരിക്കണം. നമ്മുടെ വാക്കുകളും അലൗകികമായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ഭാഷയും സാധനങ്ങളും സ്ഥാനങ്ങളും നമ്മളേതെങ്കിലും ഒന്നിന് പേര് വയ്ക്കുകയാണെങ്കിലും അതൊരർത്ഥവത്തായ പേരായിരിക്കണം. അതിലൊരു ധാർമ്മികതയും മൂല്യവും എല്ലാം ഉണ്ടായിരിക്കണം അല്ലേ? ഓം ശാന്തി. बाबा तेरा